ഹായ് ഫ്രണ്ട്സ്, എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു അടിപൊളി വർക്ക് ചെയ്യാവേ. ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ പാറ്റേൺ ഇതാണ് വരുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. നിങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ മാത്രമല്ല, നമ്മുടെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ക്ലാസ്സിൽ ബേസിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റിച്ചസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നെക്ക് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 ആണോ 3.5 നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ നെക്ക് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലായിട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ചിലാണ് നമ്മൾ ഈ ലൈൻ കൊടുക്കുന്നത്. 2 ഇഞ്ചിൽ മിഡിലിൽ ഫസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. ഈ ലൈനിൽ നമ്മൾ ഫുള്ള് വെച്ച് കൊടുക്കുന്ന സീക്വൻസ് ആണ് കേട്ടോ. ഈ ലൈൻ ഫുള്ള് നമ്മൾ സീക്വൻസ് വയ്ക്കുന്നുണ്ട്. ചെറിയൊരു 4 ഇഞ്ചിലും താഴെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ ലൈൻ കൊടുത്ത് സീക്വൻസ് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതുപോലെ ചെറിയൊരു ഗ്യാപ്പ്, വീണ്ടും സീക്വൻസ്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ കണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ നമ്മൾ ഈ സീക്വൻസ് കൊടുത്തിരിക്കുന്ന ഈ ലൈൻ കണ്ടോ, കുറച്ച് മേളിലല്ലേ, നെക്കിനോട് ചേർന്നല്ലേ. അപ്പോൾ അതിനേക്കാളും 4 ഇഞ്ച് താഴ്ന്നിട്ട് ഒരു 2 ഇഞ്ച് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും താഴ്ന്ന് നിൽക്കും കണ്ടോ. നമ്മുടെ ഇവിടുത്തെ എൻഡ് ചെയ്തതും സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫുള്ളും 2 ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഫുള്ള് 2 ബീഡ്സ്, അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് വർക്കാണ്. ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഫുള്ളും ഷുഗർ ബീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ സീക്വൻസ് കൊടുത്തിരിക്കുന്ന ലൈൻ ഫുള്ളും നമ്മൾ നെക്കോട് ചേർന്നാണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡും ഷുഗർ ബീഡും വെക്കുന്നത് നമ്മളൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഈ ലൈന് ഒരുപോലെ വരരുത് കേട്ടോ. നമ്മുടെ ഈ സീക്വൻസ് വയ്ക്കുന്ന ലൈൻ എല്ലാം ഒരുപോലെ വരാം. ഈ നമ്മൾ ലെഫ്റ്റും റൈറ്റും കട്ട് ബീഡും നമ്മൾ 2 ബീഡും വെക്കുന്നില്ലേ, അതൊരു 4 ഇഞ്ച് താഴ്ന്ന കണ്ടില്ല. ഇത്രയും ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിന് ഇത്രയും ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് ഒരു 1.5-2 ഇഞ്ചോളം ചെയ്യാം. നമ്മൾ 2 ഷോൾഡറിൽ നിന്നും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഇതുപോലെ 2 ഇഞ്ച് നമുക്ക് കൊടുത്ത് ചെയ്താൽ മതി. ഒരുപാട് കൊടുക്കണ്ട കേട്ടോ. നമ്മളൊരു ബോക്സ് പോലെ നമുക്കൊരു 14 ഇഞ്ചസ് യോക്ക് ഫുള്ളും ചെയ്യാൻ പറ്റും കേട്ടോ ഈ വർക്ക്. അതായത് നമ്മുടെ ഷോൾഡർ ടു 14 ഇഞ്ചസ് വരെ നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നുണ്ട്. ഫുള്ളും ഇതുപോലെ തന്നെയാണ്. ഒരു ലൈൻ ഫുള്ള് സീക്വൻസ്, അടുത്ത ലൈൻ കട്ട് ബീഡ്, അതിൻ്റെ മുമ്പിലുള്ള ലൈൻ ഷുഗർ ബീഡ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ നമ്മുടെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇതുപോലെയല്ല, അത് കുറച്ചുകൂടെ ടഫായിരുന്നു. അത് നമുക്ക് ഇതുപോലെ സിഗ്സാഗ് പാറ്റേണിൽ 2 ബീഡ്സ് ഒക്കെ വെച്ചാണ് ചെയ്തത്. ഇത് അങ്ങനെയല്ല, നമുക്ക് സീക്വൻസും കട്ട് ബീഡും ഷുഗർ ബീഡും മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാറ്റേൺ ഒന്ന് വരച്ച് കാണിക്കണേന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനതൊന്ന് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വരച്ചാലോ. ഫസ്റ്റ് നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ നെക്കെന്ന് വെച്ചാൽ നെക്കൊന്ന് ഇത് ഞാൻ റഫായിട്ടൊന്ന് കാണിക്കുവാണ് കേട്ടോ. നമ്മൾ നെക്കൊന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾ മനസ്സിലൊരു ഉദ്ദേശം വയ്ക്കുക. ഒരു 3 ഇഞ്ച് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. ഞാനിവിടെ ഇതിൻ്റെ ഒരു മിഡിൽ പോർഷൻ ഇവിടെ എൻ്റെ മിഡിൽ പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വരച്ചെടുക്കാവേ. മിഡിൽ പോർഷനിൽ നിന്നും ഒരു 2 ഇഞ്ച് ഞാനിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കണ്ടല്ലോ. പിന്നെ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 2 ഇഞ്ച് കറക്റ്റ് ലൈനായിരിക്കണം കേട്ടോ, ലൈൻ മാറരുതേ. വീണ്ടും ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വിടുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ 14 ഇഞ്ചസിൽ എവിടെ വരെ വരും അവിടെ വരെ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റും റൈറ്റും നമ്മളൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നമുക്ക് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മതി കേട്ടോ. ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അതായത് സ്പേസ് വിടുക. ഇവിടെ നിന്നും അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. വീണ്ടും കുറച്ച് ഗ്യാപ്പ് വിടുക, 2 ഇഞ്ച്. അതുപോലെ നമുക്ക് അതിൻ്റെ അടുത്ത സൈഡും ചെയ്യാവേ. ശ്രദ്ധിച്ചോണം കേട്ടോ, കറക്റ്റ് ആയിരിക്കണം വരയ്ക്കുന്നതേ. നമ്മളിതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിടുക. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. ഓരോ ലൈനും നമ്മൾ 4 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ 2 ഇഞ്ച് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. നമ്മൾ ഈ ലൈനും ഒരുപോലെ ഇരിക്കണം. സീക്വൻസ് വരുന്ന ലൈൻ ഒരുപോലെയും നമ്മൾ കട്ട് ബീഡും ഷുഗർ ബീഡും കൊടുക്കുന്നത് ഒരുപോലെ ഈക്വൽ ആയിരിക്കണം കേട്ടോ രണ്ടും. ഇവിടെ വരച്ചിരിക്കുന്ന അതേ ലെങ്തിന് അങ്ങോട്ട് വരച്ച് പോയാൽ മാത്രം മതി. ഇനി നമുക്ക് വരയ്ക്കാൻ ഈസിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ ലൈനിനനുസരിച്ച് ഒന്ന് ചെയ്താൽ പോയാൽ മതി. ഇനിയല്ല, നമ്മൾ വീണ്ടും നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സീക്വൻസ് ആണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോയാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും 2 ഇഞ്ച്
ഇതുപോലെ തന്നെ ഫുള്ളും ചെയ്ത് പോരുക. അപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് വരച്ച് വരുമ്പോൾ ഇതുപോലെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സീക്വൻസ് വരുന്ന ലൈൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മൾ കുഞ്ഞു കുഞ്ഞു റൗണ്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ. ഇവിടെ കട്ട് ബീഡ്സ്, ഇവിടെ ഷുഗർ ബീഡ്സ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നെക്ക് ഫുള്ളും ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ ഫുള്ള് ഇതുപോലെ സീക്വൻസ്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ലെഫ്റ്റും റൈറ്റും വരുന്ന ഒന്ന് ഷുഗർ ബീഡ്, ഒന്ന് കട്ട് ബീഡ്. അപ്പോൾ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയലും കൂടെ ഞാൻ പരിചയപ്പെടുത്താവേ. ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് വേണം. ഞാൻ ആൻറ്റിക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതുണ്ട് ഇതുപോലെയുള്ള സീക്വൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക് ഷെയ്ഡിൻ്റെ തന്നെ ഷുഗർ ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ 3 മെറ്റീരിയൽ മാത്രം മതി കേട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ. പിന്നെ നീഡിൽ ഒരു പ്രധാന സംഭവമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ നമ്പർ 12 ആണ്. നമ്മൾ ഈ നീഡിലിനെ കുറിച്ചുള്ള മാത്രം ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് നീഡിലിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടും അതിൽ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നീഡിൽ നമ്പർ 12. പിന്നെ മെറ്റീരിയലിൻ്റെ സെയിം കളർ സൂയിങ് ത്രെഡ്. ഇത്രയും മെറ്റീരിയൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിവിടെ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പം കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ചെയ്യുന്നതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യത്തുള്ളേ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കഴിവതും ഫസ്റ്റ് തന്നെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സീക്വൻസ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് 2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ സീക്വൻസ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും 2 ഇഞ്ചിൽ സീക്വൻസ് തന്നെ കൊടുത്ത് പോരുക, അങ്ങനെ കൊടുത്ത് പോരുക. അപ്പോൾ നമുക്ക് അടുത്ത കട്ട് ബീഡ് കൊടുക്കാം കേട്ടോ. അതും ബാക്ക് സ്റ്റിച്ച് ആണേ. അത് ഇതിനേക്കാൾ ഒരു 4 ഇഞ്ച് താഴ്ത്തിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, 4 അരയോ താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇഞ്ചിൽ ഇതുപോലെ കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, വീണ്ടും 2 ഇഞ്ചിൽ കട്ട് ബീഡ് കൊടുത്ത് പോരുക, വീണ്ടും ഗ്യാപ്പ് 2 ഇഞ്ചിൽ കൊടുത്ത് പോരുക. ഇനി നമുക്ക് സീക്വൻസിൻ്റെ ലെഫ്റ്റ് റൈറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യണമെന്ന്. അത് തന്നെ നമ്മൾ ഈ കട്ട് ബീഡ് കൊടുത്തിരിക്കുന്ന അതേ ലൈനായിരിക്കണം കേട്ടോ, സെയിം ലെങ്തിന് വേണം ചെയ്യാൻ. നമുക്ക് ഇനി ഷുഗർ ബീഡ് കൊടുത്ത് പോകാം. ഞാനിവിടെ 2 ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഷുഗർ ബീഡ് എങ്ങനെ എടുക്കാം, തീരെ കുഞ്ഞായതുകൊണ്ടാണ് ഞാൻ 2 ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ തന്നെ കൊടുത്ത് പോരുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും.
ഫസ്റ്റ് നമ്മൾ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മൾ കട്ട് ബീഡും റൈറ്റ് സൈഡ് ഷുഗർ ബീഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ സീക്വൻസ് ഷുഗർ ബീഡ് കട്ട് ബീഡ് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പോകുമ്പോൾ വീണ്ടും സീക്വൻസ്, അത് കഴിഞ്ഞ് പിന്നെ കട്ട് ബീഡ്, പിന്നെ വീണ്ടും സീക്വൻസ്, പിന്നെ ഷുഗർ ബീഡ്, അങ്ങനെയാണ് പോവേണ്ടത് കേട്ടോ. ഒരു സ്ഥലത്ത് സീക്വൻസ് വെച്ചാൽ സീക്വൻസ് കട്ട് ബീഡ് ഷുഗർ ബീഡ്, വീണ്ടും സീക്വൻസ് കട്ട് ബീഡ് ഷുഗർ ബീഡ്, അങ്ങനെ തന്നെ ഓർഡർ അനുസരിച്ച് രണ്ട് സൈഡും ചെയ്ത് പോരും കേട്ടോ. സെൻറ്ററിൽ മാത്രം ഇതുപോലെ വരും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന അതേ ലൈനിൽ അതുപോലെ തന്നെ ചെയ്തു പോരുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. സീക്വൻസും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രം മതിയേ. ഒരു ലൈൻ ഫുള്ളും ഇതുപോലെ ചെറിയ ഗ്യാപ്പ് കൊടുത്ത് സീക്വൻസ് വെക്കുക, പിന്നെ നമ്മൾ കട്ട് ബീഡ് കൊടുക്കുക, വീണ്ടും സീക്വൻസ് കൊടുക്കുക, പിന്നെ ഷുഗർ ബീഡ് കൊടുക്കുക, വീണ്ടും സീക്വൻസ് കൊടുക്കുക. ആ ഒരു പ്രോസസ്സിൽ തന്നെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഫുള്ളും നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളും ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് മെറൂൺ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.